കാണുന്നില്ല എന്ന് പറ. അത് മീശല്ലേ? ഹലോ മച്ചന്മാരെ, നമുക്കെന്തേ താടി വടിച്ചിട്ട് ഈ പെണ്ണ് വരുമ്പോൾ എന്താ ഈ പെണ്ണിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി പകുതി വടിച്ചു, പിന്നെയാണ് ഒരു വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് മൊത്തം വടിച്ചിട്ട് നമുക്ക് ഈ പെണ്ണ് രാത്രി വരുമ്പോൾ കാണുമ്പോൾ എന്താണ് അവിടെ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെടും. അവൾ കുറേ പറയണ് താടി പഠിക്കണം. ഇനിയിപ്പോൾ വൃശ്ചികം 1 ആവാനായില്ലേ, വൃശ്ചികം മണ്ഡലകാല ആരംഭമൊക്കെ തുടങ്ങാനായില്ലേ ഇതൊക്കെ. അപ്പോൾ ആ ടൈം ആകുമ്പോൾ തന്നെ പിന്നെയും പഠിക്കാം. ഇതിപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ തന്നെ പിന്നെയും വരും. അപ്പോൾ ഈ പെണ്ണ് വന്നിട്ട് എന്താണെന്നൊക്കെ നോക്കാം. ഞാൻ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഇരുന്നതാണ്, അവിടെ നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്ന് വെച്ചതാണ്. പിന്നെ ഈ പെണ്ണ് വന്നിട്ട് എന്താണെന്ന് നമുക്ക് അപ്പം കാണാം കേട്ടോ. അതുപോലെ അപ്പോൾ നമുക്കേ താഴേക്ക് ഇറങ്ങി നോക്കാം. അമ്മ എന്താ പറയണമെന്ന് നോക്കാം. താടി പഠിച്ചിട്ട് എന്താ പറയണമെന്ന് നോക്കാൻ പറ്റും. എന്നെ നോക്ക്, അത് മനസ്സിലായി. നിങ്ങളെ റിയാക്ഷൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനെ നോക്ക്, അച്ഛൻ്റെ താടി എവിടെയാ നോക്കി നോക്ക്, അച്ഛൻ്റെ മുഖത്ത് നോക്ക്, ഫോണിക്ക് നോക്ക്. അയ്യേ, അച്ഛൻ്റെ താടി കാണുന്നില്ല എന്ന് പറ. അത് മീശല്ലേ? സൂപ്പറാ, സൂപ്പർ എന്ന് പറ. രൗദ്രകുട്ടിക്ക് ഇഷ്ടായി. അയ്യോ എന്നുണ്ട്, എന്താ റിയാക്ഷൻ നോക്കാട്ടോ. ലൈറ്റർ നോക്കണം. പിന്നെന്താ പറഞ്ഞ. അപ്പൊ ഇത് സക്സസ് എങ്ങനെ ഉണ്ടെന്ന് പറ. എന്നാല് ദീപണ്ണനും ഇഷ്ടപ്പെട്ടു. ആളിപ്പോൾ കയറി വന്നുള്ളൂ. ഞങ്ങൾ 3 ആൾക്കാർ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ആൾക്കാർ റിയാക്ഷനും കണ്ടില്ലേ. അപ്പോൾ ടാറ്റ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ എടുക്ക്, പോസ് ആക്കിക്കോ. സെൻറ്റർ ആകുമ്പോഴത്തേക്കും